Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. വെൽക്കം ബാക്ക് ടു TOB. നിങ്ങളോടൊപ്പം ഇതാ എൻ്റെ ഈ TOB ക്ലാസ്സിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും എന്താണ് ലൈംഗിക വിശുദ്ധി എന്നതിനെ ആസ്പദമാക്കിയാണ്. ഇത് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനു വേണ്ടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇത് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഞങ്ങൾക്കും പ്രത്യേകമായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് നമുക്ക് വിട്ടുകൊടുക്കാം. ദ ഹോളി സ്പിരിറ്റ്, ദ ഡിവൈൻ പേഴ്സൺ, ത്രിത്വത്തിലെ മൂന്നാമത്തെ ആള് ഒരു വ്യക്തിയായി നമ്മളോടൊപ്പം നമ്മളിൽ തന്നെ വസിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കൃപകൾക്കായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് തുറന്നു വയ്ക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി ലൈംഗികതയിലൂടെ പൂർത്തിയായി ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും നമുക്ക് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക വാത്സല്യവും മാധ്യസ്ഥവും നമുക്ക് തേടാം. സകല വിശുദ്ധരും നമ്മളോടൊപ്പമുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് മനസ്സിലാക്കി തരുവാൻ ഇതാ നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നു. നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അപ്പോഴേ ശരീരത്തിൻ്റെ വിശുദ്ധി, ലൈംഗിക വിശുദ്ധി, ചാസ്റ്റിറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ശരീരത്തിൻ്റെ വിശുദ്ധി അല്ലെങ്കിൽ ലൈംഗിക വിശുദ്ധി എന്ന് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുവാനായിട്ട് ഏതെങ്കിലും പ്രത്യേക ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ ചോദ്യം നിങ്ങൾക്കിപ്പോൾ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും പ്രത്യേക ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ടോ? സാറേ, ഈ ലൈംഗിക വിശുദ്ധി എന്ന പുണ്യം അത് വിവാഹ ജീവിതത്തിന് മുമ്പ് മാത്രം സൂക്ഷിക്കപ്പെടേണ്ട ഒന്നാണോ? വിവാഹത്തിന് ശേഷം ലൈംഗിക വിശുദ്ധിക്ക് പ്രാധാന്യം നഷ്ടപ്പെടുന്നുണ്ടോ? വെരി ഗുഡ്. ജീസന്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നമ്മുടെ ഈ എപ്പിസോഡിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുക. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ടോ? ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. വിവാഹത്തിന് ശേഷം ജീവിത പങ്കാളിയുടെ പൂർണ്ണ സമ്മതം കൂടാതെയുള്ള ലൈംഗിക ബന്ധം ലൈംഗിക വിശുദ്ധിക്ക് എതിരാകുമോ? വിവാഹത്തിന് ശേഷം ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ ലൈംഗിക വിശുദ്ധി പാലിക്കേണ്ടതായിട്ടുണ്ടോ? അപ്പം ഡെല്ലായുടെ ഈ ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഈ ലൈംഗിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലൈംഗിക വിശുദ്ധി എന്നാൽ എന്താണ്? നമ്മൾ സ്ലൈഡിലേക്ക് നോക്കുക എല്ലാവരും. ഇവിടെ പറയുന്നത് മാമോദീസ സ്വീകരിച്ച എല്ലാ വ്യക്തികളും ലൈംഗിക വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അതുപോലെ ക്രിസ്തുവാണ് ചാസ്റ്റിറ്റിയുടെ അല്ലെങ്കിൽ ലൈംഗിക വിശുദ്ധിയുടെ ഏറ്റവും വലിയ മോഡൽ നമുക്ക് നോക്കാനുള്ള ആൾ. അപ്പം വിശുദ്ധമായ കൂദാശയിലൂടെ മാമോദീസായിലൂടെ
നമ്മൾ ശരിക്കും അവിടെ ഒരു ദൈവീക വാഗ്ദാനം നമ്മൾ എടുക്കുന്ന ഇതാണ്, വിശുദ്ധിയിൽ, പ്രത്യേകിച്ച് ലൈംഗിക വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കാം എന്ന് ഒരു വാഗ്ദാനം നമ്മൾ എടുക്കുന്നുണ്ട്. മതബോധന ഗ്രന്ഥം 2348 അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എല്ലാ വ്യക്തികളും, ഇപ്പോൾ ഇവിടെ ജീസൻ ചോദിച്ചു, വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും എല്ലാ വ്യക്തികളും മാമോദീസ സ്വീകരിച്ചവരെല്ലാം ഈ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ചാസ്റ്റിറ്റി അല്ലെങ്കിൽ ഈ ലൈംഗിക വിശുദ്ധി എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഈ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പോൾ ചാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ, ലൈംഗിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റ് ആളുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ലൈംഗിക കഴിവുകളെ അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ലൈംഗിക വിശുദ്ധി ഇരിക്കുന്നത്. അതാണ് ഒരു പോസിറ്റീവ് ഇൻറ്റിഗ്രേഷൻ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. വീണ്ടും നമുക്ക് സ്ലൈഡിലേക്ക് നോക്കുക. അപ്പോൾ ഇവിടെ ലൈംഗിക വിശുദ്ധി എന്ന് പറഞ്ഞാൽ വിജയപ്രദമായിട്ടുള്ള ഒരു ഇൻറ്റിഗ്രേഷൻ, ഒരു ടോട്ടൽ ഇൻറ്റിഗ്രേഷൻ, നമ്മുടെ ശരീരവും ആത്മാവും തമ്മിലുള്ള ആ ബന്ധം തന്നെ അതിന് ഒത്തിരിയേറെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിൻ്റെ വിശുദ്ധിയിൽ. അപ്പോൾ ഇതൊരു പുണ്യമാണ്. അപ്പം നമ്മളുടെ ജീവിതം ഒരു ദാനമായി തീരാനുള്ളതാണ് എന്നുള്ള ആ ഒരു വലിയ ആശയം. അപ്പോൾ ഒരു വ്യക്തി ലൈംഗിക വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ ഈ വ്യക്തിയിൽ ദൈവം കൊടുത്തിരിക്കുന്നതായ സെക്ഷുവാലിറ്റിയുടെ കഴിവുകൾ, അതാണ് കത്തോലിക്കാ സഭയുടെ പഠനപ്രകാരം ദ പവർ ഓഫ് ലൈഫ് ആൻഡ് ലവ്, സ്നേഹിക്കാനും അതുപോലെ തന്നെ ജീവൻ പ്രദാനം ചെയ്യുവാനുമുള്ള ഒരു വലിയ കഴിവ് നമ്മുടെ ലൈംഗികതയിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, അത് നമ്മുടെ വ്യക്തിത്വവുമായിട്ട്, നമ്മുടെ അനുദിന ജീവിതത്തിലെ നമ്മുടെ വാക്കുകൾ, ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ വിചാരങ്ങളെ, പ്രവൃത്തികളെ, ഇതുമായിട്ട് നമ്മളെ എങ്ങനെ ഒത്തൊരുമിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. അവിടെയാണ് ലൈംഗിക വിശുദ്ധിയുടെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം അടങ്ങിയിരിക്കുന്നത് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വിർച്യു ആണ്. നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് നോക്കാം. അതൊരു മോറൽ വിർച്യു ആണ് എന്ന് പറഞ്ഞാൽ ഒരു പുണ്യമാണ്. അത് ഒരു ധാർമ്മികമായിട്ടുള്ള പുണ്യം എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു ദാനമാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയൊരു ദാനം. അതൊരു കൃപയാണ്. ഇറ്റ് ഈസ് എ ഗ്രേസ്. അപ്പോൾ ഈ ലൈംഗിക വിശുദ്ധി ഒരു ദാനമാണ്, അതൊരു കൃപയാണ്. നമ്മുടെ ജീവിതത്തിലെ ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ കൃപയാണ്. ഇതാണ് മതബോധന ഗ്രന്ഥം 2345 നമ്മളോട് അതിനെക്കുറിച്ച് പറയുന്നത്. നമുക്ക് വീണ്ടും നമ്മൾ സ്ലൈഡിലേക്ക് നോക്കാം. അപ്പോൾ ഏത് ജീവിത അന്തസ്സിലുള്ള വ്യക്തികളാണെങ്കിലും, നിങ്ങൾ ഇവിടെ ജീസൻ ചോദിച്ചു, എല്ലാ ചോദ്യങ്ങൾ ചോദിച്ചു, നമ്മൾ വിവാഹം കഴിച്ചവരാണെങ്കിലും വിവാഹത്തിന് മുമ്പുള്ള ജീവിതത്തിലാണേലും, ഇനിയും സെലിബ്രേറ്റ്സ്, ബ്രഹ്മചര്യം, കന്യാത്വം, വ്രതങ്ങളെടുത്ത് സന്യാസ ജീവിതം നയിക്കുന്ന വ്യക്തികൾ ആര് തന്നെ ആയാലും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന സാഹചര്യമനുസരിച്ച് ലൈംഗിക വിശുദ്ധിയിൽ വളരുവാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. ഇതാണ് മതബോധന ഗ്രന്ഥം 2349 നമ്മളവിടെ കണ്ടത്. നമ്മുടെ ഈ ചോദ്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വരുത്തുകയാണ്. അപ്പോൾ ഇത് ഒരു ദാനമാണ്, ഒരു പുണ്യമാണ്, അല്ലെങ്കിൽ ഇത് കൃപയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും വ്യക്തിപരമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു, ദൈവം നമുക്ക് ഫ്രീ വില്ല് തന്നു, നമുക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക്
നല്ല രീതിയിൽ ഉപയോഗിക്കാനും ദുരുപയോഗിക്കാനുമുള്ള എല്ലാ കഴിവുകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സെൽഫ് മാസ്റ്ററി എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. അതൊരു പക്ഷേ വിവാഹിതരാകാം, വിവാഹം കഴിക്കാനുള്ളവരാകാം, മറ്റ് ജീവിതാന്തസ്സിലുള്ളവരാകാം. എല്ലാ വ്യക്തികളും ഒരു സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സെൽഫ് മാസ്റ്ററി. നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും സ്ലൈഡിലേക്ക് നമുക്ക് വിടാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഹ്യൂമൻ ഫ്രീഡത്തിനുള്ള, നമ്മുടെ ചൂസ് ചെയ്യാനുള്ള ഒരു കഴിവിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. അതാണ് മതബോധന ഗ്രന്ഥം 2339 പാരഗ്രാഫിൽ നമ്മളതാണ് വായിക്കുന്നത്. അപ്പം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ശ്രേഷ്ഠത അടങ്ങിയിരിക്കുന്നത് നമ്മൾ എങ്ങനെ നല്ലതിനെ ചൂസ് ചെയ്യുന്നു, തിന്മയെ വെറുക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആ ശ്രേഷ്ഠത അതിലായിരിക്കുന്നത്. നമുക്ക് ലോകത്തിൽ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. ഇത് നമ്മൾ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നന്മയെ ചൂസ് ചെയ്യുവാനും തിന്മയെ ഉപേക്ഷിക്കുവാനുമുള്ള ഒരു ട്രെയിനിങ് ആണ് ശരിക്കും ഈ ലൈംഗിക വിശുദ്ധിയിൽ വളരുവാൻ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് മാസ്റ്ററി വിത്ത് ഗ്രേസ് എന്ന് പറഞ്ഞാൽ കൃപയിലാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടു, കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ അല്ലെ ട്രെയിൻ ചെയ്യുമ്പോൾ ഈ കൃപയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ലൈംഗിക വിശുദ്ധിയിൽ മുന്നോട്ട് വളരുവാൻ സാധിക്കും. ഈ ലൈംഗിക വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ജനറലായിട്ടുള്ള ഒരു ആശയം മനസ്സിലായില്ലേ ഇപ്പോഴേ? മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഇനിയും നമ്മൾ വേറൊരു ആസ്പെക്റ്റിലേക്ക്, ഒരു ഡയമെൻഷനിലേക്ക് നമ്മൾ ഈ ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ സ്ലൈഡിലേക്ക് അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: നമ്മൾ പലപ്പോഴും വെർജിനിറ്റി അല്ലെങ്കിൽ കന്യാത്വം അല്ലെങ്കിൽ ബ്രഹ്മചര്യം അല്ലെങ്കിൽ വിശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് ഡയമെൻഷനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. പക്ഷേ നെഗറ്റീവ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റായതുകൊണ്ടോ മോശമായതുകൊണ്ടോ അല്ല, ആബ്സ്റ്റിനൻസ്. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് അല്ലെ വെർജിനിറ്റിയെക്കുറിച്ച്, ബ്രഹ്മചര്യത്തെ, കന്യാത്വം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ്? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതിരിക്കുക, ആബ്സ്റ്റിനൻസ് അല്ലേ? ബന്ധങ്ങളുടെ ആബ്സ്റ്റിനൻസ്, ബന്ധമില്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ബ്രഹ്മചര്യവും കന്യാത്വവും ഒക്കെ നമുക്ക് പാലിക്കുവാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നമുക്ക് വേണം. പക്ഷേ ഈ നെഗറ്റീവ് ഡയമെൻഷൻ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ പലപ്പോഴും നമുക്ക് വിശുദ്ധിയിൽ വളരാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഡയമെൻഷനും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പോസിറ്റീവ് ഡയമെൻഷൻ നമുക്ക് എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ചാസ്റ്റിറ്റി, വെർജിനിറ്റി കൂടുതലും നമ്മൾ നെഗറ്റീവ് ഡയമെൻഷനിൽ നിന്ന് പോസിറ്റീവ് ഡയമെൻഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഇൻറ്റിഗ്രേഷൻ, അത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്ന് നമുക്ക് ചിന്തിക്കുന്നത്, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ഭാവനയിലുള്ള പല കാര്യങ്ങൾ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന പല കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ മുഴുവനും ഒരേ ലൈനിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ പോസിറ്റീവ് ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത്. അതാണ് ഈ ലൈംഗിക വിശുദ്ധിയുടെ ഒരു പോസിറ്റീവ് ഡയമെൻഷൻ. അവിടെയാണ് നമ്മൾ ശരിക്കും വളരുക. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ പലരുടെയും സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും,
രണ്ട് ആളുകൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നു, ഞങ്ങളൊരിക്കലും ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നും അവരുദ്ദേശിക്കുന്ന ഇതാണ്, ഞങ്ങൾ ലൈംഗികമായിട്ട് ഒരിക്കലും ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒഴിച്ച് മറ്റുള്ളതെല്ലാം അവർ ചെയ്യും. അവരെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് ഞങ്ങൾ ലൈംഗിക വിശുദ്ധിയിൽ ജീവിക്കുന്നുവെന്നാണ്. അപ്പോൾ ഇത് തെറ്റായ ധാരണ അവരുടെ മനസ്സിൽ കൊടുക്കുന്നത് ഈ നെഗറ്റീവ് ഡൈമെൻഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ഡൈമെൻഷൻ ആണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, വാക്കുകൾ, നമ്മളുടെ ഭാവനകൾ, നമ്മൾ നോക്കിക്കാണുന്നത്, ഇത് പ്രവൃത്തിയും ഇതെല്ലാം ഒരേ ലൈനിൽ നമ്മൾ കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫ്ലക്ച്വേഷൻ ഇല്ല, നമുക്കൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ലൈഫില്ല. നമ്മൾ പ്രവർത്തിക്കുന്നതൊന്ന് അല്ലെ ചിന്തിക്കുന്നതൊന്ന് ഇങ്ങനെയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈശോ വളരെ വ്യക്തമായിട്ടൊരു പുതിയ ഈത്തോസ്, ഒരു ധാർമ്മികതയെക്കുറിച്ച് സുവിശേഷത്തിൽ ഈശോ പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ നീ ആസക്തിയോടുകൂടി ഒരു സ്ത്രീയെ നോക്കുമ്പോൾ അവളുമായി നീ വ്യഭിചാരം ചെയ്തു. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ പൊസിഷൻ നിൻ്റെ ശരിയല്ലെങ്കിൽ നിനക്ക് ശാരീരികമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ പോസിറ്റീവ് ഡൈമെൻഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പം നമ്മുടെ ചിന്തകൾ, എന്താണ് പോസിറ്റീവ് ഡൈമെൻഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാവനകൾ, നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തിയുമായിട്ടെല്ലാം ഒത്തുപോകണം, ഒരേ ലൈനിൽ പോകണം. അവിടെയാണ് ശരിക്കുമുള്ള ലൈംഗിക വിശുദ്ധി നമ്മളിൽ ആഴപ്പെടുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം. നമ്മുടെ ജീവിതം ഇങ്ങനെയൊരു ജീവിതത്തിലേക്ക്, ഈ ഒരു അവസ്ഥയിലേക്ക്, ഒരു മനോഭാവത്തിലേക്ക് പോകുമ്പോഴേ ക്രിസ്തു സഭയെ സ്നേഹിച്ച സ്നേഹം, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഇതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 4 എലിമെൻ്റ്: ഫ്രീ, ഫെയ്ത്ത്ഫുൾ, ടോട്ടൽ, ഫ്രൂട്ട്ഫുൾ. നമ്മൾ സമ്പൂർണ്ണമായിട്ട്, സ്വതന്ത്രമായി, സമ്പൂർണ്ണമായി, അതുപോലെ ഫലദായകമായി, വിശ്വസ്തമായി ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റു വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ശരിയായിട്ടുള്ള ലൈംഗിക വിശുദ്ധി അതിൻ്റെ പരിപൂർണതയിൽ നമുക്ക് വളർച്ച പ്രാപിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരികയാണ്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക്. അപ്പോൾ ജീസൻ്റെ ചോദ്യം ഒന്നുകൂടെ പറയാമോ? ലൈംഗിക വിശുദ്ധി എന്ന പുണ്യം വിവാഹ ജീവിതത്തിന് മുമ്പ് മാത്രം പാലിക്കപ്പെടേണ്ടതാണോ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നു? ഈ ചോദ്യം, അതിന് ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടിയോ ഇപ്പോഴേ? ഇത് വിവാഹത്തിന് മുമ്പ് മാത്രമേ ഈ ലൈംഗിക വിശുദ്ധി പ്രാധാന്യമായിട്ടുള്ളൂ? വിവാഹത്തിന് ശേഷം നമുക്ക് വേണ്ടേ? എല്ലാ വ്യക്തികൾക്കും ഏത് സമയത്തും ഇത് ആവശ്യമാണ്. വിവാഹം കഴിഞ്ഞവരെ കോൺജുഗൽ ചാസ്റ്റിറ്റി എന്ന് പറയും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനമെടുത്ത് പരസ്പരം അവർ എടുക്കുന്ന ഒരു ലൈംഗിക വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം കോൺജുഗൽ ചാസ്റ്റിറ്റി എന്ന് പറയും. വിവാഹം കഴിക്കാത്തവർ ആബ്സ്റ്റിനൻസ്, അതുപോലെ തന്നെ ഈ പോസിറ്റീവ് ഇൻറ്റിഗ്രേഷൻ. അപ്പോൾ ഇതെല്ലാ ആളുകൾക്കും വേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് വിടുകയാണ്. ഇതിനൊരു ഉത്തരം നമ്മുടെ CCCയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്നേഹമില്ലാത്ത ലൈംഗിക പ്രവൃത്തി, അപ്പം സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ളത്. അപ്പോൾ ദ ലവ് ഈസ് ദ സോഴ്സ് ഓഫ് എനി മാരിറ്റൽ യൂണിയൻ. അപ്പം മതബോധന ഗ്രന്ഥം 2364 ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെ അഭാവത്തിൽ മനുഷ്യൻ്റെ ലൈംഗികത അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രകടിപ്പിക്കാനാവത്തില്ല. അപ്പോൾ ഈ ലൈംഗിക വിശുദ്ധി ഇല്ലാതെ, എന്ന് പറഞ്ഞാൽ സ്നേഹമില്ലാതെ ജീവിത പങ്കാളിയുമായി നമ്മൾ എന്ത് ചെയ്താലും അത് ലൈംഗിക വിശുദ്ധിക്കെതിരായിട്ടുള്ള തിന്മയാണ്, പാപമാണ്. അപ്പോൾ ഇവിടെ ഹ്യൂമാനവിത്തയിലും, അതായത് ജീവനെ കുറിച്ചുള്ള ആ എൻസൈക്ലിക്കലിലും അതുപോലെ തന്നെ CCCയിലും ഇത് വളരെ വ്യക്തമായിട്ട്
നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് തിരിക്കുക. ഇനി അടുത്ത ഒരു സ്ലൈഡ് കാണുക. ഇവിടെ ഒരു പങ്കാളിയുടെ, ഇവിടെ ഡെല്ല ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ്. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ ആനന്ദം എന്നുള്ള ആ എൻസൈക്ലിക്കലിലെ 154 പാരഗ്രാഫ്, അതുപോലെ തന്നെ ഹ്യൂമാനവിത്തെ, ഇവിടെയെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്താണ് അവിടെ പറയുന്നത്? ഒരു പങ്കാളിയുടെ നിർബന്ധത്തിന് വഴങ്ങിയുള്ള ലൈംഗിക പ്രവൃത്തി ആ പങ്കാളിയുടെ അവസ്ഥയോ ന്യായമായ ആഗ്രഹങ്ങളോ പരിഗണിക്കാതെ ദമ്പതികളിൽ ഒരാൾ മറ്റേ ആളിൽ അടിച്ചേൽപ്പിക്കുന്ന ലൈംഗിക ബന്ധം സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രവൃത്തിയല്ല എന്നെല്ലാവരും മനസ്സിലാക്കണം. ധാർമ്മികതയ്ക്ക് നിരക്കാത്തതായ പ്രവൃത്തിയായി അതിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ഒരു മോറൽ ഡിസോർഡർ ഉണ്ട്. ഇവിടെ എല്ലാവരുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? അപ്പം നമ്മൾ ഏത് ജീവിതാവസ്ഥയിലാണെങ്കിലും ലൈംഗിക വിശുദ്ധി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ അടുത്ത വേറൊരു സ്ലൈഡിലേക്ക് നിങ്ങൾ നോക്കുക. ഒരു മനുഷ്യന് വേണമെങ്കിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് സ്വന്തം ഭാര്യയായിട്ട് പോലും വ്യഭിചാര വൃത്തിയിൽ ഏർപ്പെടുവാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു പക്ഷേയെങ്കിൽ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പം ഇത് അങ്ങനെയൊക്കെയാണോ? പക്ഷേ അതിൻ്റെ ആ വിശുദ്ധി, ലൈംഗിക വിശുദ്ധി ഇല്ലാതെ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെയും ധാർമ്മികത അല്ലെങ്കിൽ അവിടെയും തിന്മയുടെ വലിയ ശക്തി വളർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഭാര്യയുടെ സുസ്ഥിതിക്ക് യാതൊരു പ്രാധാന്യവും നൽകാതെ തൻ്റെ ലൈംഗിക ദാഹം ശമിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാത്രം ഭാര്യയെ കാണുന്ന ഭർത്താവ് ഭാര്യയുമായി യഥാർത്ഥത്തിൽ വ്യഭിചാരം ചെയ്യുന്നതെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയില്ലേ? ഉത്തരം കിട്ടി. അപ്പോൾ ഇനിയും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഓഡിയൻസിനും ചോദിക്കാം. നമ്മുടെ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഈ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ലൈംഗിക ധാർമ്മികത അല്ലെങ്കിൽ ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് ഒറ്റ ചോദ്യത്തിൽ ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കും. ദൈവം സ്നേഹിക്കുന്നത് പോലെ എനിക്ക് അടുത്ത വ്യക്തിയെ, മറ്റു വ്യക്തിയെ പ്രത്യേകമായി ലൈംഗികമായിട്ടുള്ള ഇടപെടലുകളിൽ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ അതിന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ലൈംഗിക വിശുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ വേറൊരു വ്യക്തിയെ പ്രത്യേകമായിട്ട് ലൈംഗികമായിട്ടുള്ള ഇടപെടലുകളിൽ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? സ്വതന്ത്രമായി സമ്പൂർണമായി വിശ്വസ്തയോടെ ഫലദായകമായി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ, സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇതിലേതെങ്കിലും ഒരു എലിമെൻ്റ് മിസ്സാണെങ്കിൽ നമുക്കവിടെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈംഗിക വിശുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനിയും നിങ്ങളുടെ ചോദ്യങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ ബൈ ബൈ. ജീസസ് ലവ്സ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് പോണോഗ്രഫി, അശ്ലീല കല, അതിൻ്റെ വിശദ അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ധാരാളം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പോണോഗ്രഫിയെക്കുറിച്ചുള്ള അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ ബൈ ബൈ. ജീസസ് ലവ്സ് യു. John Paul II's Theology of the Body.